നമ്മൾ ആരാണ് എന്ന് നമ്മളുടെ കുടുംബത്തിലുള്ളവർക്ക് ബോധ്യമായി കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ അവർ നമ്മളൊപ്പം നിൽക്കുകയാണ്. അപ്പൊ പിന്നെ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല. ഇപ്പോഴത്തെ പെൺകുട്ടികളെ സംബന്ധിച്ച് നമ്മൾ വന്ന കാലം നമ്മളെപ്പോഴും പറയും ചവറ പാറക്കുട്ടി എന്ന് പറയുന്ന ഒരു കലാകാരിയുണ്ട്, അവരെ പറയാതെ പോകാൻ പറ്റില്ല. കാരണം പുരുഷന്മാർ മാത്രം നിൽക്കുന്ന അവസരത്തിൽ സ്ത്രീവേഷങ്ങളാണ് പാറക്കുട്ടി ചേച്ചി അധികം ചെയ്തിട്ടുള്ളത്. പാറക്കുട്ടി ചേച്ചിയോട് സംസാരിച്ചപ്പോ ഒന്ന് മൂത്രമൊഴിക്കാൻ ഞാൻ തുറന്നു പറയാണ്, ബുദ്ധിമുട്ടിയ അവസരങ്ങളുണ്ട്. കാരണം അത്തരം ആളുകൾ അല്ലെങ്കിൽ അത്തരം കാഴ്ചപ്പാടിൽ ആട്ടക്കാരി എന്ന് പറയുന്ന വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും കഥകളി ആർട്ടിസ്റ്റ് ആണല്ലേ എന്ന് ചോദിക്കുന്ന ആ എക്സ്പ്രഷനിലേക്ക് എത്തി. അത് വലിയൊരു മാറ്റല്ലേ. ആ ഒരു എന്താ പറയുക, ഒരു അവജ്ഞയോ ഒരു പുച്ഛമോ ഒന്നുമല്ല. ഇപ്പൊ വളരെ ബഹുമാനത്തോടെയാണ് കഥകളി കലാകാരികളെ, കഥകളി കലാകാരന്മാരെയും കഥകളി കലാകാരികളെ പ്രത്യേകിച്ചും വളരെയധികം എന്താ പറയുക സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും തന്നെയാണ് ഇപ്പോ അംഗീകരിക്കുന്നത്. അപ്പൊ അതൊരു വലിയൊരു പ്രയാണം തന്നെയായിരുന്നു. ഇപ്പൊ നമ്മളൊക്കെ കളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ഈ പറഞ്ഞ പോലെ കണ്ണിൽ ചുണ്ടപ്പൂക്കിട്ട് ചുമന്ന് കണ്ണൊക്കെയായിട്ട് വരുമ്പോ എവിടെ പോയിട്ട് വരണു എന്നുള്ള തരത്തിലുള്ള അത്തരം മ്ലേച്ഛമായിട്ടുള്ള കുറെ കമന്റുകളൊക്കെ ജീവിതത്തിൽ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും നമ്മളെ ബാധിക്കാൻ നമ്മൾ അനുവദിച്ചിട്ടില്ല, ആരും അനുവദിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെ തളർന്നു പോയാൽ തീർന്നു പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ നിന്നും ഇപ്പോ കലാമണ്ഡലം പോലെയുള്ള സ്ഥാപനത്തിൽ കൃത്യമായ രീതിയിൽ കളരി അഭ്യാസം പെൺകുട്ടികൾക്ക് കൊടുക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുകയാണ്.